ഹായ്. ഹായ്. എത്ര വർഷം യു കെയിൽ വന്നിട്ട്? ഞാനിപ്പോൾ ഒരു 2.5 years ആയി. 2.5 years. നാട്ടിൽ നിന്നപ്പോൾ ഉള്ളതും കറന്റ് ഇവിടെ വന്നതിന് ശേഷമുള്ള ശരിക്കുമുള്ള എക്സ്പീരിയൻസ്, എക്സ്പെക്ടേഷൻ എന്താണ്? റിയാലിറ്റി വേഴ്സ് ലൈക്ക് എക്സ്പെക്ടേഷൻ. അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ നാട്ടില് ഞാൻ കുറച്ച് എന്താ പറയാ, ഒരു ഓർത്തഡോക്സ് ലൈക്ക് ഫാമിലിന്ന് വന്നതാണ്. അപ്പം ഞാൻ പുറത്തൊന്നും എവിടെയും പോയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീട്ടുകാരോടൊപ്പം അല്ലാണ്ട് ആദ്യമായിട്ടൊരു ഔട്ട് വരുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പം ഇവിടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ആദ്യം എല്ലാവരെയും പോലെ തന്നെ കുറച്ച് സ്ട്രഗിൾ ചെയ്തു. നമ്മുടെ പാർട്ട് ടൈം ജോബ്സിലൊക്കെ നിൽക്കാൻ നേരത്താണെങ്കിലും കുറച്ചൊക്കെ സ്ട്രഗിളിങ് ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയാ, തേഞ്ഞൊട്ടി എന്നുള്ളൊരു കൺസെപ്റ്റ് എന്റെ പെർസ്പെക്റ്റീവ് നിന്നാണ് ഞാൻ പറയണേ. എനിക്ക് തേഞ്ഞൊട്ടി എന്നുള്ളൊരിതില്ല. കാരണം ഞാൻ ഇവിടെ വന്നത് കൊണ്ടാണ് ഞാൻ എൻ്റെ ലൈഫിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എന്താ പറയാ, ഞാൻ റിയാലിറ്റിയിലോട്ട് ഇങ്ങനെയും ജീവിക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായത് ഞാൻ ഇവിടെ വന്നതുകൊണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആവില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്തെങ്കിലും ഏണിങ്സ് അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ നല്ല രീതിക്ക്? ഏണിങ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചാൽ, പിന്നെ ഞാൻ ഇപ്പം എൻ്റെ മാരേജിൻ്റെ കാര്യം നോക്കാനാണെങ്കിലും എനിക്ക് ഇതിന് മുന്നേ ആയിരുന്നെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ കല്യാണം നടത്താൻ പറ്റും, അല്ലെങ്കിൽ വെച്ചാൽ ഞാനായിട്ട് കഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കില്ലായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ അതുണ്ട്. സോ കറന്റ് സ്റ്റാറ്റസ് എന്താണ് ഇപ്പോൾ? ഇപ്പൊ ഞാൻ Tier 2 വിസ ചെയ്യുന്നു. ഓക്കെ. സോ ഇപ്പോ അക്കൗണ്ടിൽ ടോട്ടൽ എത്ര എമൗണ്ട് ഉണ്ട്? ലൈക്ക് ഇപ്പൊ കറന്റ് സിറ്റുവേഷനിൽ പറയാനാണെങ്കിൽ എനിക്ക് സാലറി ക്രെഡിറ്റ് ആയിട്ടുണ്ട്, ഒരു 2000 pounds കാണും. സോ ആ ഒരു എമൗണ്ട് ഹാപ്പിയാണോ ഇപ്പോ? പിന്നെ നല്ല രീതിയിൽ. കാരണം എനിക്ക് ഇതിപ്പോ ഇവിടുത്തെ അക്കൗണ്ടിൽ കിടക്കുന്നതാണ്, അല്ലാണ്ട് ഞാൻ നാട്ടില് സേവിങ്സ് ഇട്ടിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ അക്കൗണ്ടിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എൻ്റെ റെന്റും കാര്യങ്ങളും എല്ലാം ടാലി ആയി പോകുന്നുണ്ട്. പിന്നെ കടങ്ങളും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിരുന്നു. ഞാൻ ലോൺ എടുത്തിട്ടല്ലായിരുന്നു വന്ന. അങ്ങനല്ല, ലോൺ എടുത്തിട്ടല്ലായിരുന്നു വന്നത്. കാരണം ഫാമിലി അച്ഛൻ ഹെൽപ്പ് ചെയ്യും, അച്ഛൻ തന്ന ഇതുകൊണ്ട് ഇങ്ങനെ ഞാൻ വന്നതാണ്. അതൊരു വലിയ ഘടകമാണെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടായിരിക്കും എല്ലാവർക്കും പക്ഷെ ആ ഒരു ഇത് വരണമെന്നില്ല. ഇല്ല, അതൊരു പോയിന്റ് തന്നെയാണ്, അതെന്തായാലും നോക്കണം. അതെ. അതുകൊണ്ട് എനിക്ക് അത്ര വലിയൊരു സ്ട്രഗിളിങ് ഇല്ലാന്നാണെങ്കിൽ ഞാൻ കരുതുന്നു. ലൈക്ക് ബാക്കിയുള്ളവർക്ക് ലോൺ അടയ്ക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു സംഭവമില്ല. വീട്ടിലാണെങ്കിൽ പോലും പൈസ അയച്ചു കൊടുക്കണം, അങ്ങനെയൊന്നും ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്കുള്ളത് എനിക്ക് തന്നെയാണ്. അതുകൊണ്ടായിരിക്കാം എനിക്ക് ഇതുവരെ ഒരു സ്ട്രഗിളിങ് ഇല്ലാതെ ഞാനിങ്ങനെ എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. താങ്ക് യു. ഓക്കെ.